നമ്മളിന്ന് ഹണി ഗ്ലേസ്ഡ് ഷാർജ ഷേക്കാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ മല്ലൂസ് കഫേയുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്ക് ഫ്രീസറിൽ വെച്ച് നല്ല കട്ടിയാക്കിയിട്ടുള്ള 1/2 ലിറ്റർ പാലെടുക്കാം. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പോൾ നല്ല കട്ടി പാലായിരിക്കണം, എങ്കിൽ മാത്രം നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ ചെറിയ തരിയുള്ള കഷ്ണങ്ങളായിട്ട് കിട്ടത്തുള്ളൂ. അതിനുശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു പഴം ഇട്ട് കൊടുക്കാം. പഴം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരുപാട് പഴം നമ്മൾ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ, ഒന്നിൽ കൂടുതൽ പഴം അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പഴത്തിൻ്റെ ടേസ്റ്റ് വല്ലാതെ മുന്നോട്ട് നിൽക്കും. അപ്പോൾ ഒരു പഴത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ നമുക്ക് 5 രൂപയുടെ ഈ ബൂസ്റ്റിൻ്റെ സാക്ഷ്യയില്ലേ, അതിൻ്റെ 2 പാക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ആദ്യത്തെ പാക്കറ്റ് പൊട്ടിച്ചിടാം. അപ്പോൾ രണ്ടാമത്തെ പാക്കറ്റിൻ്റെ ഫുള്ള് നമുക്ക് ഇട്ട് കൊടുക്കണം. അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ബാക്കി ഇത്രയും ഭാഗം നമുക്ക് ഒന്ന് വെച്ചേക്കാം. ഇത് നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അത് മധുരം കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പഞ്ചസാര ഇടുന്നൊന്നും കുഴപ്പമില്ല കേട്ടോ. അതിലേക്ക് നമ്മൾ ജസ്റ്റ് ചെറിയ തരികളാക്കി വെച്ചിട്ടുള്ള പാലിൽ നമുക്ക് പൊട്ടിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം മിക്സിയിൽ. കണ്ടോ, ഈ ഒരു പരുവത്തിൽ നല്ല കുറുകി ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കണം. ചെറിയ തരി പോലെ കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് വേണം നമ്മൾ ഇത് അടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഐസ്ക്രീമൊക്കെ വെച്ച് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതേ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് നിറയെ ഒഴിക്കേണ്ട, അതിൻ്റെ ഒരു 1/4 പോർഷൻ ഒഴിച്ചാൽ മതി. ബാക്കി നമുക്ക് ഐസ്ക്രീമൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യണം. ഞാൻ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഞാൻ വെക്കുന്നത് വാനില ഐസ്ക്രീമാണ്. അപ്പോൾ ഞാനത് ഐസ്ക്രീം വെച്ച് കൊടുത്തു. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് കാഷ്യൂ നട്ടൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി കാഷ്യൂ നട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം എടുത്ത ബൂസ്റ്റില്ലേ, നമ്മളിത് കുറച്ച് ഭാഗം ബാക്കി വെച്ചിരുന്ന ബൂസ്റ്റില്ല, നമുക്ക് ഇതിന് മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലായിടത്തും ഒന്ന് വിതറി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഹണി ഒഴിച്ചു കൊടുക്കുകയാണ്. തേൻ നമുക്ക് കുറച്ച് നന്നായിട്ട് മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഷേക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ ഒരുപാട് റെസിപ്പീസുമായിട്ട് ഞങ്ങൾ എത്തുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്